നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേദനിച്ചു. അപ്പൊ ഇത് റിയൽ തന്നെയാ. സാറേ, സാർ, ഞാൻ സാറിന്റെ വലിയൊരു ഫാനാ. ഇന്നുകൂടി സാറിന്റെ പ്രസ് മീറ്റ് ഞാൻ കണ്ടു. സാറിനെ കുറിച്ച് വരുന്ന വാർത്തകളെല്ലാം ഞാൻ വെട്ടിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ റൂമിന്റെ ഭിത്തിയില് ഫിലിം സ്റ്റാർസിന്റെയും സ്പോർട്സ് താരങ്ങളുടെയും ചിത്രം അല്ല സർ, അത് നിറയെ സാറിന്റെ ചിത്രങ്ങളാ. അങ്ങനെ ഫോട്ടോ വെച്ച് ആരാധിക്കാൻ മാത്രം വലിയ ആളൊന്നും അല്ല ഞാൻ. ഈ ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിയില്ലെന്ന് പറയുന്നത് പോലെയാ സാറിന്റെ സംസാരം. സാർ പൊളിയാ, കീടുവാ. ഇത്രയും ചെറു പ്രായത്തില് അവാർഡ് വരെ കിട്ടിയില്ലേ സർ? യുവ സംരംഭകർക്കുള്ള അവാർഡാണ് കിട്ടിയത്. അത് പിന്നെ ചെറുപ്പക്കാർക്കല്ലാതെ വയസ്സന്മാർക്ക് കിട്ടുമോ? നൈസ് ജോക്ക്. സാറിന്റെ ഹ്യൂമർ സെൻസ് അപാരം തന്നെ. ഞാൻ ഈ ജോക്ക് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും. നമ്മൾ പരിചയക്കാരാണെന്ന് കേൾക്കുമ്പോ അവർക്ക് ഞെട്ടും, അവർ അത്ഭുതപ്പെടും. അല്ലേ സർ? ഏറ്റില്ല. ഇയാളെന്ത് മനുഷ്യനാ. കിളി പോലൊരു പെങ്കൊച്ച് അങ്ങോട്ട് കയറി മുട്ടിട്ടും കുത്തുന്നില്ലല്ലോ. പണ്ട് വല്ലവരും തേച്ചിട്ട് പോയതിന്റെ നിരാശയാണോ എന്തോ. ആ, ഞാൻ നിങ്ങളുടെ പ്രപ്പോസൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിത് വിശദമായിട്ട് നോക്കിയേ പറ്റൂ. ഇത് 150 crores ഇടപാടാണ്. ഞാൻ സ്ട്രിക്റ്റ് ആവും. 150 crore, 150 കോടി രൂപയോ? ആ ശരി, ഞാൻ രാത്രിയിൽ വിളിക്കാം. സർ, സാറേ, ബിസിനസിനെ ഗേൾഫ്രണ്ടിനെ പോലെ കാണുന്ന സാറിന്റെ അപ്രോച്ച് തന്നെയാ എനിക്കും. ഞാൻ എന്റെ വർക്കിനെ ബോയ് ഫ്രണ്ടിനെ പോലെയാണ് സർ കാണുന്നത്. ഓ നൈസ്. കുട്ടി എവിടെയാ വർക്ക് ചെയ്യുന്നത്? വർക്കൊന്നും ആയിട്ടില്ല സർ, പക്ഷെ ആവുമ്പോ ബോയ് ഫ്രണ്ടിനെ പോലെ കാണാലോ. ഓഹോ, അങ്ങനെ. അതുപോലെ എനിക്കിതൊരു ബോയ് ഫ്രണ്ട് ഒന്നും സെറ്റ് ആയിട്ടില്ല സർ. സാറിനെ പോലെ തന്നെ ഞാന് സിംഗിളാ. ഞാനേ ബോയ്സിന്റെ മുഖത്ത് പോലും നോക്കാത്ത കുട്ടിയാ. ആണുങ്ങളോട് സംസാരിക്കാൻ പോലും എനിക്ക് ചമ്മല. ഞാനൊരു നാണം കുടുങ്ങി പെണ്ണാ സാറേ. കണ്ടാലും തോന്നും. കാറിൽ കയറിയ നിമിഷം മുതൽ നാവിട്ട് അലക്കിയ, എന്നിട്ട് ആണുങ്ങളോട് മിണ്ടാൻ ചമ്മലാണത്ര. ഇപ്പഴാ ശരിക്കും ചമ്മിയത്. നേരെ നോക്കി വണ്ടി ഓടിക്കേട്ടാ. സർ, സർ, എന്റെ വീടെത്തി. ഈ മീറ്റിംഗ് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി സർ. ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഓ, ഒന്നും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. അതിനുവേണ്ടി പ്രയത്നിക്കണം. ആ വേണം സർ, ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കുട്ടി ഇറങ്ങുന്നില്ലേ? ആ ഇറങ്ങാൻ ചേട്ടാ. സർ, സർ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ സാറിന്റെ ഫാൻസാ. ഞാൻ സാറിന്റെ കൂടെ കാറിൽ വന്നു എന്നറിഞ്ഞാ അവരൊന്നും വിശ്വസിക്കൂല. അതിന് അവരെ കാണിക്കാൻ ഞാൻ സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്തോട്ടെ പ്ലീസ് സർ, ഒരെണ്ണം. വേഗം ആവട്ടെ, സാറിന് പോണം. സർ, സ്മൈൽ, സ്മൈൽ പ്ലീസ്. എടോ, തനിക്ക് മനസ്സിലായില്ലേ, ഞാനൊരു ടെൻഷനിലാണ്. ചിരി വരാതെ എങ്ങനെയാ ചിരിക്കുന്നത്? കുട്ടി സെൽഫി എടുക്കുന്നെങ്കിൽ എടുക്ക്. ഇയാളും. സർ, ഇങ്ങോട്ട്. എടുത്തില്ലേ? താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്നാ ബൈ സർ, ബൈ. ബൈ സർ, ബൈ ബൈ.
ശിവാനി, എന്താ ഇത്? ഏത്? നീ ആരുടെ കൂടെയാ വന്നത്? അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? രാവിലെ നീ ഒരാളുടെ കൂടെ ബൈക്കിലാ പോയത്. രാത്രി തിരിച്ചെത്തിയത് ഒരു കാറിലും. അത് വലിയ വില കൂടിയ കാറാണെന്ന് തോന്നി. യാ, രാവിലെ ഒരു തുക്കട ബൈക്കിൽ പോയ ഞാൻ തിരിച്ചൊരു ഇമ്പോർട്ടഡ് കാറിൽ വന്നു. ജീവിതമൊക്കെ അങ്ങനെയല്ലേ, നമ്മളെപ്പോഴും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കണ്ടേ. ഓ, ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ലൈഫ് കൂടുതൽ കൂടുതൽ അധപ്പതനത്തിലേക്ക് പോവല്ലേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനൊരു വലിയ സ്റ്റാർ ആവും. ദേ, ആ പോയ പോലത്തെ ഇമ്പോർട്ടഡ് കാറുകൾ ഒരു 5-6 ഈ മുറ്റത്ത് കിടക്കും. അതിന്റെ ക്ലീനിങ്ങും വാഷിങ്ങും ആയിട്ട് നിനക്ക് പിടിപ്പത് പണിയായിരിക്കും. എന്റെ കരിയർ ഇങ്ങനെ ഉയർന്നു പോകുന്നതനുസരിച്ച് നിന്റെ ജോലി പോരെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കരിയർ നന്നാവണം, പക്ഷെ അതിലും പ്രയാസം ക്യാരക്ടറാ. നിനക്കത് തീരെയില്ല. നിനക്ക് നല്ല അസൂയ. ഞാനിങ്ങനെ സുഖമായി ജീവിച്ചു പോകുന്നതിലുള്ള അസൂയ. ഇനി ഞാൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആയിട്ട് മാറും. അപ്പൊ നിന്റെ ഈ അസൂയ ഇങ്ങനെ കൂടും. ശിവാനി, നിന്റെ നല്ലതിന് വേണ്ടി പറയാ. ആ സമയത്ത് ഈ അന്യന്റെ കൂടെയുള്ള കറക്കമൊന്നും അത്ര നല്ലതല്ല. നീ അബദ്ധങ്ങളിൽ പോയി ചാടരുത്. ഞാനൊരു കുഴിയിലും പോയി ചാടില്ല. നീ നിന്റെ കാര്യം നോക്കിക്കേ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നല്ല പിന്നെ. ശോ, കാറിലെ ശിവാനി ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് ആരായിരിക്കും? വല്ല കുഴപ്പക്കാരനും ആയിരിക്കോ? മോളെ യാമിനി, ഇങ്ങ് കൊണ്ടുവാ. നിക്ക് അകത്തേക്ക് കയറാൻ വരട്ടെ. എന്താ പറു? നിനക്ക് ദൃഷ്ടിദോഷം ഉണ്ടാവാതിരിക്കാൻ അമ്മ അകത്ത് ആരതിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. ആഹാ, ആണോ? ആ ചന്ദ്രേട്ടാ, അതകത്തേക്ക് വെച്ചോ. ശരി. ഇങ്ങ് വാ. നമ്മളും പല മെഡലുകളും വാങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒഴിച്ചിലുമില്ല പിടിച്ചിലുമില്ല. അതിന് പ്രണവേട്ടം മേടിച്ചത് ബെസ്റ്റ് ഓപ്പൺ ഓഫ് ദി ഇയർ അവാർഡ് അല്ലേ? ദേ മോളെ, സ്വീറ്റ്സ് എടുത്തു. ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. ചെല്ലകത്തേക്ക്. അയ്യോ, എഴുന്നേക്ക് ഗൗതം. നീ എന്നെ കുമ്പിടേണ്ട യാതൊരു കാര്യവുമില്ല. ഉണ്ട്. എന്റെ ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം അമ്മ മാത്രമാണ്. ഇനിയുള്ള ജീവിതത്തിലും എന്റെ അമ്മയുടെ മാർഗനിർദ്ദേശങ്ങൾ തുണയാവണം. അമ്മയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഗൗതം ഗോപിനാഥ് ഇതിലും ഉയരങ്ങളിലെത്തും. എന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രമല്ല, എന്റെ ജീവിതം തന്നെ നിനക്കുള്ളതാ. ഗ്രേറ്റ്. ഇനി എനിക്ക് നിന്റെ കയ്യിൽ കാണേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യവസായിക്കുള്ള അവാർഡ് ശില്പമാണ്. സ്വീറ്റ്സ് അവാർഡ് സ്വീറ്റ്സ്. കൺഗ്രാറ്റുലേഷൻസ് ഏട്ടാ. താങ്ക് യു. വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, നിങ്ങൾ എൻജോയ് ചെയ്യൂ.